ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഇങ്ങനെ ഒരു ആരോപണം വന്നത് കേവലം പാലക്കാട് മാത്രമല്ല, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇത് UDF-നെ സംബന്ധിച്ച ഒരു രാഷ്ട്രീയ ആയുധം. ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ മുദ്രാവാക്യങ്ങളിലൊന്ന് കോൺഗ്രസ് BJP CPIM ബന്ധം എന്നുള്ള ആ ഒരു ആരോപണത്തിലേക്ക് എത്തിക്കാനാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടുന്നത്, നേരത്തെ ഇവിടെ അസിത പറഞ്ഞതുപോലെ പാലക്കാട്ടെ കാര്യമാവണമെന്നില്ല. അത് യഥാർത്ഥത്തിൽ പാലക്കാട് നഗരസഭ BJP-യുടെ ശക്തി കേന്ദ്രം എന്ന് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് 2 പഞ്ചായത്തുകൾ LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ അവിടെ പോലും BJP-യെ പരാജയപ്പെടുത്താൻ UDF-ന് വോട്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2020 സീറ്റുകൾ വാരിക്കോരി BJP കൊടുത്തത് BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ, തൃപ്പൂണിത്തുറ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJP-ക്ക് പകരം അവിടെ സ്ഥാനാർത്ഥികളായി 2020-യുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് അത് LDF-ന് വോട്ട്, BJP-യുടെ വോട്ട് മറിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ദുർബലരായ സ്ഥാനാർത്ഥികളെ അവിടെ പ്രതിഷ്ഠിച്ചത് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ. ഗോപികൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഇത്തരം ഒരു കടുത്ത വാശിയോടെയുള്ള ഒരു പോരാട്ടം തെരഞ്ഞെടുപ്പ് എന്ന പേരിൽ നടക്കുമ്പോൾ ഈ അണികളോട് ഇങ്ങനെയൊക്കെ ഒരു ഡീല് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയാൻ കഴിയും? അല്ല ആ ഒരു യുക്തിയല്ല ഇവിടെ വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ദിലീപ് ഇപ്പോൾ പറഞ്ഞത് ഇതൊരു അജണ്ട സെറ്റ് ചെയ്യലാണെന്നാണ്. പൂർണ്ണമായിട്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം നമ്മൾ ഒരു അല്പം റിവൈൻഡ് അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ EP ജയരാജൻ പറഞ്ഞു 4 ശക്തരായ സ്ഥാനാർത്ഥികളുണ്ട് BJP-ക്ക്. ഓർമ്മയുണ്ടല്ലോ? ആ സമയത്തും ഇതുപോലെ തന്നെ ഒരു ഡീൽ ആണോ നടക്കുന്നത്? ഇപ്പൊ കാരണം ഈ തൃശ്ശൂരിനെ അതിനു മുമ്പ് അരുവിക്കരയിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു. ഞാൻ പൂർത്തിയാക്കട്ടെ, ഇതെന്റെ സമയമല്ലേ, ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കൾ വിയോജിപ്പ് പറഞ്ഞോളൂ. അല്ല എന്റെ പോയിന്റ് ഇതിനകത്ത് BJP വോട്ട് മറിക്കുന്നു എന്നുള്ളത് കാലാകാലങ്ങളായിട്ടുള്ള ഒരു ആരോപണമാണ്. അതിന്റെ ആനുകൂല്യം ഇരു മുന്നണികൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് പലതവണയായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കോലീബി സഖ്യത്തെ കുറിച്ച് പറഞ്ഞു. അവിടെ അന്ന് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ ഇടതുമുന്നണിക്കെതിരെ ഉന്നയിച്ച ആരോപണം എന്താണെന്ന്, പിണറായി വിജയൻ ആദ്യമായി മത്സരിച്ച കൂത്തുപറമ്പിൽ ഈ BJP-യുടെ പൂർവ്വരൂപമായ ജനതാ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് പിണറായി വിജയൻ ജയിച്ചിരുന്നത് എന്ന് UDF ഒരു ആരോപണം വെച്ചു. ഞാൻ പറയുന്നത് പിണറായി 70-ൽ മത്സരിക്കുമ്പോഴല്ല, 77-ലാണ് ജനസംഘം. അതും ജനസംഘമല്ല, ജനതാ ജനസംഘമല്ല, ജനതാ പാർട്ടി തന്നെ ഞാൻ പറഞ്ഞത്. ജനതാ പാർട്ടി വോട്ട് കൊടുത്തു എന്നതായിരുന്നു ആരോപണം. അപ്പൊ ഞാൻ പറയുന്നത് ഈ BJP വോട്ട് എങ്ങോട്ട് പോകുന്നു, അതിന്റെ ആനുകൂല്യം ഈ മുന്നണികളിൽ ഏതെങ്കിലും ഒരാൾക്ക് കിട്ടുന്നു എന്നത് നേരത്തെ മുതലുള്ള ആക്ഷേപമാണ്. പക്ഷെ എന്താണ് ഇപ്പോഴത്തെ വ്യത്യാസം? BJP-യുടെ വോട്ട് ആർക്ക് കിട്ടുന്നു എന്നല്ല, BJP-ക്ക് കൂടി വോട്ട് മറച്ചു കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. പിന്നെ ഇവിടെ പറഞ്ഞു പാലക്കാട്, അവിടെ എന്തിനാണ് ഇപ്പോൾ ഇത് മറച്ചു കൊടുക്കേണ്ട ആവശ്യം? എന്താ അവിടുത്തെ പ്രശ്നം? വോട്ട് ഇപ്പോൾ SKN പറഞ്ഞതുപോലെ അണികളോട് വോട്ട് ഇന്നയാൾക്ക് ചെയ്യണമെന്നല്ല പറയാ, ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി അവരുടെ ജയസാധ്യത ഇല്ലാതാക്കുകയും ആ വോട്ട് മറ്റനുകൂലമായത് ഇപ്പൊ പാലക്കാടിന് NMR റസാഖ് എന്ന് പറഞ്ഞ ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ സ്ഥാനാർത്ഥി മോശമാണെന്നോ ദുർബലനാണോ എന്നും ഞാൻ പറയില്ല. അവിടെ മുസ്ലിം വോട്ടുകൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അത് ഇടതുമുന്നണിക്ക് ധാരാളം വന്നിട്ടുണ്ട്. ആ വോട്ടുകൾ UDF-ലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയും അങ്ങനെ അതിന്റെ ആനുകൂല്യം ശോഭാ സുരേന്ദ്രന് കിട്ടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം